ഇന്നലെ ഈ സീസണത്തെ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് പേസ് ഡ്രോ നറുക്കെടുപ്പ് കഴിഞ്ഞു. അപ്പൊ നല്ല എക്സൈറ്റിംഗ് മാച്ചസ് ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ട് ചാറ്റ് ജിപിടിയുടെ ടോപ്പ് 8 പ്രഡിക്ഷൻസ് ഇവിടെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പൊ ആളുടെ ഇത് ചാറ്റ് ജിപിടിയുടെ ടോപ്പ് 8 പ്രഡിക്ഷൻസ് ആണ്, എന്റെ പ്രഡിക്ഷൻസ് അല്ല. അപ്പൊ നമ്മളിപ്പോ കുറെ മാച്ചസ് ഒക്കെ നമ്മളിപ്പോ കാത്തിരിക്കുന്നത്. അതായത് ബാർസലോണ വിത്ത് PSG ഉണ്ട്, സിറ്റി ബാർസ ഉണ്ട്, അതുപോലെ തന്നെ റയൽ ആർട്സിനല്ല, അതൊരു നല്ല മാച്ച് ആയിരിക്കും. റയലിനെ പുറത്താക്കിയിട്ടാണല്ലോ ലാസ്റ്റ് മീറ്റ് ചെയ്ത ആർട്സിനെ. അതിപ്പോ ആർട്സിൽ ഇപ്പോ ചാമ്പ്യന്മാരാണ്. അത് കുറെ എക്സൈറ്റിംഗ് മാച്ചസ് ഉണ്ട്. യുണൈറ്റഡ് ഒക്കെ 2 വർഷത്തിന് ശേഷം യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരിച്ചു വന്നു, അവർക്കും ടഫ് മാച്ചസ് ആണ്. അപ്പൊ അങ്ങനെ കുറെ എക്സൈറ്റിംഗ് മാച്ചസ്, കുറെ ടീംസിന് ടഫ് ടീംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ആ ഗ്രൂപ്പ് ഇതിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ബാഴ്സലോണയുടെ ഡ്രോയ്ക്ക് പോയ ബാഴ്സലോണയ്ക്കുള്ള 8 ടീംസ്: മാഞ്ചസ്റ്റർ സിറ്റി, PSG, ആസ്റ്റൺ വില്ല, സ്പോർട്ടിംഗ്, ഫയർനൂട്ട്, കോമോ ആൻഡ് സാഹ എന്ന ടീമുകളാണ്. ബ്രാഹ എന്ന ടീമുകളാണ് അവർക്കുള്ളത്. ഇപ്പൊ ഇതിലിപ്പോ എനിക്ക് തോന്നുന്നു എല്ലാ ടീമിനും 3 ടഫ് മാച്ചസ് ആണ്. 3 ഇപ്പോ നമ്മള് ഓൺ പേപ്പർ 3 ടഫ് മാച്ചസ് ആണ് ഇപ്പൊ ഉള്ളത് ഇപ്പൊ എല്ലാത്തിലും. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പോ മാൻ സിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു PSG അറ്റ് ഹോം ആവുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല, കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല. ഇപ്പൊ എല്ലാ ടീമിനും മാച്ചസ് 3 ടഫ് മാച്ചസ് ആണ്. അപ്പൊ ഇതില് വാട്സിക്ക് ടഫ് മാച്ച് ആവാൻ സാധ്യത 3 PSG, വില്ല ആൻഡ് സിറ്റി. അപ്പൊ സിറ്റിയുടെ കാര്യത്തിൽ വരുമ്പോ അറിയില്ല ഇതെങ്ങനെ അവര് സെറ്റപ്പ് ചെയ്യാന്ന് അറിയില്ല. കാരണം എൻസോ മരസ്കയുടെ സിറ്റിയാണ്, ആദ്യം ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോണ ഒരു സിറ്റിയാണ് ആദ്യമായിട്ട് അണ്ടർ മരസ്ക. അപ്പൊ അവരിതെങ്ങനെയാ നോക്കണം. അപ്പൊ ഇതിൽ ഏറ്റവും ടഫസ്റ്റ് എനിക്ക് തോന്നുന്നത് PSG ആയിരിക്കും. സെക്കൻഡ് ഓൺ പേപ്പർ അത് സിറ്റി ആയിരിക്കും. പിന്നെ അത്യാവശ്യം ചലഞ്ച് കൊടുക്കാൻ പറ്റുന്നതാണ് ആസ്റ്റൺ വില്ല. ബാക്കി ഫയർനൂഡ് ആണെങ്കിലും ഗാലത്തസറ ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് എന്തായാലും ഗ്രൂപ്പ് 8 ഫിനിഷ് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബാഴ്സലോണ കാര്യത്തിൽ വരുമ്പോ. അപ്പൊ അവർക്ക് ഇതിപ്പോ അത്യാവശ്യം നല്ല സൈനിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ലൊരു ടീമൊക്കെ ആയി സെറ്റപ്പ് ചെയ്ത ബാഴ്സ. അപ്പൊ അവർക്ക് ചാമ്പ്യൻസ് ലീഗാണ് അവർക്ക് വേണ്ടത്. കിട്ടാൻ ഒരു 5 വർഷം എത്ര വർഷത്തിനും കിട്ടാകാനായിട്ട് കിടക്കുന്നത് ചാമ്പ്യൻസ് ലീഗാണ്. അപ്പൊ ഈ സീസണില് എന്തെങ്കിലും ഒരു മാറ്റം അവർക്ക് ഉണ്ടാക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പൊ അടുത്ത് റയൽ മാഡ്രിഡ് 15 പ്രാവശ്യം ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ് ഇപ്പൊ ലാസ്റ്റ് സീസണിൽ ഒന്നും പ്രത്യേകിച്ച് ഇമ്പാക്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാതെ പുറത്തായി. ഈ സീസണിൽ ജോസെ മൗറിഞ്ഞോന്റെ കീഴില്, അതായത് ജോസെ മൗറിഞ്ഞോന്റെ കീഴിൽ ആൾക്ക് ചാമ്പ്യൻസ് ലീഗ് നല്ല റെക്കോർഡാണ് റയൽ മാഡ്രിഡില്. അപ്പൊ റയൽ മാഡ്രിഡിന് കിട്ടിയ 8 ടീമുകള് ഇന്റർ മിലാൻ, ആർസണൽ, PSV, AS റോമ, RB ലീപ്സിംഗ്, ലാക്ക്, പിന്നെ AK ഐഡൻസ് എന്ന ടീമുകളാണ്. ഇപ്പൊ ഇതിലും ഒരു ടഫ് 3 ടീം വരച്ച ഇന്റർ, ആർസണല്, AS റോമ അണ്ടർ ഗാസ്പ്രീനി ആണ്. ഗാസ്പ്രീനിയുടെ കീഴിൽ AS റോമ ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതും ടഫ് ആർസണലായിട്ടായിരിക്കും. എനിക്ക് ആർസണലായിട്ട് ഹോമാണ്. ഇപ്പൊ ഞാൻ ഹോം എവേ നോക്കിയില്ല, അപ്പൊ അതാണ് എനിക്ക് ഒരു കൺഫ്യൂഷൻ. ആർസണലായിട്ട് ഹോം എമിറേറ്റ്സ് ബെർണാബൂലാണോ അറിയില്ല. അപ്പൊ ലാസ്റ്റ് സീസണാണോ ഉണ്ട്. ഇപ്പൊ ആർസണൽ ഔട്ടാക്കിയല്ലോ ലാസ്റ്റ് സീസൺ, അതിന് മുമ്പ് സീസണോ റയൽ ആർസണൽ ഔട്ടാക്കി. ഇപ്പൊ റയലിന് പുതിയ കോച്ച്, ഇപ്പൊ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായിട്ടാണ് ആർസണലിന് വരുന്നത്. അത് മാത്രല്ല ആർസണല് ലാസ്റ്റ് സീസണത്തെ റണ്ണറപ്പും കൂടിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ആർസണലിന് ജോസെ മൗറിഞ്ഞോ റയൽ നേരിടുമ്പോ ഗുഡ് മാച്ച് ആയിരിക്കും. ഇപ്പൊ ഇന്റർ മിലാൻ അതുപോലെ തന്നെ അത്യാവശ്യം ടഫ് ശ്രമത്തിലുള്ള ടീമാണ്. ചിവുവിന്റെ കീഴിൽ ഫസ്റ്റ് സീസണിലെ ഇന്റർ മിലാനില് ഇറ്റാലിയൻ സീരിയയില് ട്രോഫി വിജയിച്ച ടീമാണ് ഇന്റർ മിലാൻ ചിവുവിന്റെ കീഴില്. അപ്പൊ അതൊരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും റയൽ മാഡ്രിഡ് സംബന്ധിച്ചോളം. ഇപ്പൊ AS റോമ പിന്നുള്ളത് AS റോമയാണ് പിന്നുള്ളൊരു ടഫ് ഒപ്പോണന്റ് എന്ന് പറയാനുള്ളത്. പിന്നെ ബാക്കിയൊക്കെ ലീപ്സിംഗ് ആണെങ്കിലും PSV ആണെങ്കിലും ബാക്കിയുള്ള ടീം എന്തായാലും റയലിനെ സംബന്ധിച്ചോളം ഒരു ഈസി ഗെയിം തന്നെയായിരിക്കും. അതിലത്ര ടഫ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു നല്ല റൺ തന്നെയായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക റയല് അണ്ടർ ജോസെ മൗറിഞ്ഞോ. അടുത്ത് നമ്മള്
അടുത്ത ബയൺ മ്യൂണിക്കിലേക്ക് നോക്കിയാൽ ബയൺ മ്യൂണിക്കിന് അത്യാവശ്യം ഒരു ടഫ് തന്നെയാണ്. ഇപ്പോ അവരുടെ ആർസണൽ ഉണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡ് ഉണ്ട്, റയൽ ബെറ്റിസ് ഉണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ട്, ഫ്രഞ്ച് ക്ലബ് ലില്ലി ഉണ്ട്, പിന്നെ ലാസ്റ്റ് സീസണിൽ വണ്ടർ പെർഫോമൻസ് നടത്തിയ ബോഡോ ഗ്ലിംറ്റ് ഉണ്ട്, സ്ലാവിയ പ്രാഹ എന്നീ ടീമുകളാണ് ഉള്ളത്. അപ്പോ ഇതിലിപ്പോ ആർസണല് മാഡ്രിഡ്, ആർസണല് അത്ലറ്റിക്കോ ഡി മാഡ്രിഡ്, പിന്നെ മാൻ യുണൈറ്റഡ്, ഇത്രയാണ് ഓൺ പേപ്പർ ഇവർക്ക് ടഫ് ഒപ്പണന്റ് ഉള്ളത്. പിന്നെ ചലഞ്ച് കൊടുക്കാൻ പറ്റിയ ടീമാണ് ഇവര് റയൽ ബെറ്റിസ്. പക്ഷെ നമ്മള് ലില്ലിനും ബോഡോ ഗ്ലിംറ്റിനെയാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് എഴുതി തള്ളാനും സാധിക്കില്ല. പക്ഷെ നമ്മള് റിയലിസ്റ്റിക്കലി പറയുമ്പോ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ബയൺ മ്യൂണിക്കിന് ടഫസ്റ്റ് കൊടുക്കാൻ പറ്റിയ ടീമുകൾ ഇവർ തന്നെയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അത്ലറ്റിക്കോ മാഡ്രിഡ്, ആർസണൽ. അവർക്ക് ബിഗ്ഗസ്റ്റ് ടഫ് ആർസണലായിട്ട് കളിക്കുമ്പോഴായിരിക്കും ബയൺ മ്യൂണിക്കിന്റെ ബിഗ്ഗസ്റ്റ് ടഫ് വരാൻ പോകുന്നത്. അപ്പോ ആദ്യ സീസൺ എന്തായാലും നന്നായിട്ട് തന്നെ ബുണ്ടസ് ലീഗില് കമ്പനിക്ക് വർക്കായി. അപ്പോ ഇനി അങ്ങനെ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് നടണം. കമ്പനിയുടെ കീഴിൽ ചാമ്പ്യൻസ് ലീഗ് അവർക്ക് എത്രത്തോളം ദൂരം പോകാൻ സഞ്ചരിക്കുന്നു നോക്കാം. അപ്പൊ എന്തായാലും ഇപ്പോ പേപ്പറിൽ 3 ടഫാണ്, 3 മാഡ്രിഡ്, ആർസണൽ, യുണൈറ്റഡ് ആണെങ്കിലും റയൽ ബെറ്റിസും ലില്ലിയും ഇറ്റ്സ് നോട്ട് ഈസി എന്ന രീതിയിലാണ്. അപ്പൊ ലാസ്റ്റ് അടുപ്പിച്ച് 2 സീസൺ ഡബിൾ വിന്നേഴ്സ് PSG. അപ്പൊ ലാസ്റ്റ് സീസണിലും അതിനു മുമ്പത്തെ സീസണിലും PSG ജയിച്ചു. അപ്പോ ലാസ്റ്റ് സീസണിന്റെ മുമ്പത്തെ സീസണിൽ ഇന്റർ മിലാനെ ഏകപക്ഷീയം 5 ഗോളിനും കഴിഞ്ഞ സീസണിൽ ആർസണലിനെ തോൽപ്പിച്ചിട്ട് PSG ജയിച്ചു. PSG അത്യാവശ്യം ഒരു ടഫാണ്. ഇപ്പൊ PSG ഇപ്പൊ നോക്കാച്ചാ ബാഴ്സലോണ, മാഞ്ചസ്റ്റർ സിറ്റി, AS റോമ, ഗാലത്തസറായി, ആസ്റ്റൺ വില്ല, വിയ്യാറയല്, സ്ലോവിയം ബ്രാവിസാഗ ആൻഡ് കോമോ എന്നീ ടീമുകളാണുള്ളത്. അപ്പൊ ഇതില് ഓൺ പേപ്പർ നമ്മൾ പറയാച്ചാ ഓൺ പേപ്പറിൽ 4 ടീമുകൾ ശക്തമാണ്. വില്ല അത്യാവശ്യം നല്ല ഫൈറ്റ് കൊടുക്കാൻ സാധിക്കും. നമ്മൾ കണ്ടതാണ്. ഇപ്പോ ലാസ്റ്റ് സീസൺ, അതിന് മുമ്പ് സീസണിൽ ക്വാർട്ടർ ഫൈനല് നമ്മൾ കണ്ട റൗണ്ട് 60 കണ്ടതാണ്. അപ്പൊ ബാഴ്സ, സിറ്റി, റോമ ആൻഡ് വില്ല ഇവർക്ക്. പക്ഷെ ഓൾറെഡി നമ്മൾ PSG ലാസ്റ്റ് 2 സീസൺ അവരങ്ങനെ കപ്പടിച്ചത് നോക്കുമ്പോ തന്നെ അറിയാം അവർ ടോപ്പ് 8 നന്നായിട്ട് കളിക്കാറില്ല. ടോപ്പ് 8 പുറത്തായിട്ട് അവർ വേറെ എക്സ്ട്രാ 2 മാച്ചസ് കളിച്ചിട്ടാണ് അവർ കപ്പെടുക്കുന്നത്. ബാക്കി എല്ലാ ടീമുകളും 8 മാച്ച് ടോപ്പ് 8 ഫിനിഷ് ചെയ്യുന്നു. എക്സ്ട്രാ 2 മാച്ചസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. PSG സംബന്ധിച്ചോളം അവർക്ക് ടോപ്പ് 8 ഫിനിഷ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. അവർ ലാസ്റ്റ് എൻഡ് ഓഫ് ദ സീസണിൽ അവർ പോയി കപ്പെടുക്കും. അപ്പൊ നമ്മൾ ഇനി ഇത്ര ടഫാണ് പറഞ്ഞാലും അതൊക്കെ അവരൊന്നും ടോപ്പ് 8 ഫിനിഷ് ചെയ്തില്ലെങ്കിൽ അവർക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓൺ പേപ്പർ ടഫ് ടീം റോമ, സിറ്റി, ബാഴ്സ, വില്ല എന്ന ടീമുകളാണ്. അപ്പോ എൻട്രിക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്യും നോക്കാം. ഫെറാൻ ടോറസ് ബാഴ്സലോണ ഹോം മാച്ചും ഉണ്ട്. അപ്പൊ ടോറസും ബാഴ്സലോണയും മാച്ച്. അതിൽ ടോറസ് ആളുടെ ഫോർമർ ക്ലബിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്യുമോ നോക്കാം. അതുപോലെ എൻസോ മരസ്കയുടെ കീഴിലുള്ള ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് മാഞ്ചസ്റ്റർ സിറ്റിക്ക്. അതിലവർക്ക് നേരിടാനുള്ള 8 ടീംസ് PSG, ബാഴ്സ, നെപ്പോളി, സ്പോർട്ടിംഗ്, പോർട്ടോ, ലീപ്സിംഗ്, ഐൻഡാക്സ് ആൻഡ് ലെൻസ് എന്നീ ടീമുകളാണ്. അപ്പൊ ഇതിലാകെ ഒരു ഓൺ പേപ്പർ 3 ടീമാണ് ടഫ് ഉള്ളൂ. അത് PSG, ബാഴ്സ ആൻഡ് നെപ്പോളിയാണ്. ഇപ്പൊ നമ്മളിപ്പോ അല്ലാതെ പറയാ സ്പോർട്ടിംഗ് നല്ല ടീമാണ്, FC പോർട്ടോ നല്ല ടീമാണ്. ഇപ്പൊ എങ്ങനെയാണ് മരസ്കയുടെ സെറ്റപ്പ് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു മാച്ച് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതെങ്ങനെ പോകും തോറും എങ്ങനെ അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിൽ ആരൊക്കെയാണ് സിറ്റിക്ക് ടഫ് എന്നൊക്കെ അറിയാൻ സാധിക്കുക. പക്ഷെ എന്റെ അഭിപ്രായത്തില് PSG, ബാഴ്സ ആൻഡ് നാപ്പോളി ആയിരിക്കും മാൻ സിറ്റിയുടെ ടഫ് ഓപ്പണന്റ് ആയിട്ട് നോക്കുക. ഫസ്റ്റ് സീസണാണ് അണ്ടർ മരസ്കയുടെ കീഴില് സിറ്റിക്ക്. അവർ ഏതുവരെ മുന്നോട്ട് പോകാൻ സാധിക്കും നോക്കാം. അതുപോലെ ലിവർപൂളിന്റെ കാര്യത്തില് ഇരയോളയുടെ ആദ്യത്തെ മാച്ചാണ്. ഇരയോളുടെ ചാമ്പ്യൻസ് ലീഗ് ഡെബ്യൂ ആണ് ഈ സീസണില്. അതിൽ തന്നെ അത്യാവശ്യം നല്ല ടഫ് ടീംസിനെ കിട്ടിയാണ്. അത്ലറ്റിക്കോ ഡി മാഡ്രിഡ്, ഇന്റർ മിലാൻ, FC പോർട്ടോ,
ക്ലബ് ബ്രൂഗെ, വിയറൈൽ, ഫെഡർബാഷ്, ലെൻസ്, ലാസ്ക് എന്നീ ടീമുകളാണുള്ളത്. അപ്പൊ ഇതില് ടഫ് 3 ടീംസ് ഒരാഴ്ച മാഡ്രിഡ്, ഇന്റർ മിലാൻ ആൻഡ് FC പോർട്ടോ അല്ലെങ്കിൽ വിയറൈൽ ഒക്കെ വിയറൈൽ പറയാം, സ്പാനിഷ് ക്ലബ്ബ് വിയറൈൽ. പോർട്ടോട്ടിനും ഇത്രയും കോമ്പറ്റീഷൻ കൊടുക്കാൻ സാധിക്കുക വിയറൈലായിരിക്കും ലിവർപൂൾ സംബന്ധിച്ചോളം. ഓൺ പേപ്പർ ഈ 3 ടീമാണ്. പിന്നെ അവർക്ക് ടഫായിട്ട് വരുന്നത് ഫെഡർബാഷ, ഇറ്റ്സ് നോട്ട് ഈസി. അതുപോലെ തന്നെ FC പോർട്ടോ ഉണ്ട്, അതും അത്ര ഈസി ആയിരിക്കില്ല. ഓൺ പേപ്പർ 3 ടീംസ് ഇന്റർ, അത്ലറ്റിക്കോ ആൻഡ് വിയറൈലാണ്. ആളുടെ ആദ്യത്തെ സീസൺ തന്നെ ആളിതെങ്ങനെ നോക്കും, ഇതോളെ എങ്ങനെ കളിപ്പിക്കും എന്നൊക്കെ കണ്ടറിയാം. അതുപോലെ നമ്മള് നോക്കുന്നത് ഇന്റർ മിലാൻ. ഇപ്പൊ ചിവുവിന്റെ ആദ്യത്തെ സീസണില് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ചാമ്പ്യൻസ് ലീഗ് നടത്തിയത്. ഇപ്പോ അതിന് മുമ്പത്തെ സീസണിൽ പാർട്സനെ സെമിയിൽ തോൽപ്പിച്ച് അവര് ഫൈനലിൽ കയറി. ഈ സീസണിലിപ്പോ എങ്ങനെ കടക്കും, എത്ര ഒരു പെർഫോം ചെയ്യാൻ പറ്റും, ടോപ്പ് 8 ഫിനിഷ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ടഫ് ടീംസ് തന്നെ അവർക്ക് കിട്ടുന്നത്. അവരുടെ ഗ്രൂപ്പില് സ്റ്റുട്ട്ഗാർട്ട് ഉണ്ട്, ഫെയർനോർഡ് ഉണ്ട്, ഷാക്തർ ഡൊണറ്റ്സ്ക് ഉണ്ട്, സ്ലോവിൻ ബ്രാവിസാഹ ഉണ്ട്, ഡോട്ട്മുണ്ട്, ക്ലബ് ബ്രൂഗെ, റയൽ മാഡ്രിഡ്, ലിവർപൂൾ എന്നീ ടീമുകളാണുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ എല്ലാ ടീമിലും മെയിൻ 3 ടീം ഉണ്ടാവും. അപ്പൊ ഈ ഇന്ററിലെ മെയിൻ 3 ടീം ഡോട്ട്മുണ്ട്, റയല് ആൻഡ് ലിവർപൂൾ എന്നാണ്. ഡോട്ട്മുണ്ട്, റയല്, ലിവർപൂൾ ഇതാണ് ഓൺ ദ പേപ്പറിൽ അവർക്ക് ടഫ് ആയിട്ടുള്ളത്. പിന്നെ അവർക്ക് വരാൻ സാധ്യതയുള്ളത് ഇത്രയും ചലഞ്ച് ആവാൻ സാധ്യത ക്ലബ് ബ്രൂഗിന്റെ ഭാഗത്തുനിന്ന് പിന്നെ സ്റ്റുട്ട്ഗാർട്ടിന്റെ ഭാഗത്തുനിന്നൊക്കെയാണ്. അപ്പൊ ലെറ്റ്സ് സീ അവർ ഏതുവരെ മുന്നേറി നോക്കാം. ഇവരുടെ ഭാഗത്തുനിന്ന് ഇന്റർ ലാസ്റ്റ് സീസണത്തെ റണ്ണറപ്പ്, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാര് മിഖേൽ ആർട്ടിറ്റയുടെ ആർട്സണൽ നോക്കിയാച്ചാ ഇപ്പൊ ഈ സീസണിൽ ആർട്സണലിന് അതായിരിക്കും ലക്ഷ്യം. പ്രീമിയർ ലീഗ് ജയിച്ചു, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ചാമ്പ്യൻസ് ലീഗ്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും അവര് നോക്കേണ്ടത്. അവർക്ക് അത്യാവശ്യം ഒരു ടഫ് ഓപ്പണന്റാണ് ഞാൻ പറയാ. കാരണം റയൽ മാഡ്രിഡ്, ബയൺ മ്യൂണിക്ക്, ബൊറൂസിയ ഡോർട്ട്മുണ്ട്, നെപ്പോളി, ലില്ല്, റയൽ ബെറ്റിസ്, സ്ലാവിയ പ്രാഹ, സബഹ് എന്നീ ടീമുകളാണുള്ളത് അവരെ സംബന്ധിച്ചോളം. ഇതിപ്പോ എല്ലാം അത്യാവശ്യം ടഫാണ്. പക്ഷെ ടഫ് വെച്ചാല് ഒരു നമ്മൾ പറഞ്ഞല്ലോ ടോപ്പ് 3 ടീം എടുക്കുക വെച്ചാൽ അതിൽ ടഫ് ഡോട്ട്മുണ്ട്, റയൽ ആൻഡ് ബയൺ മ്യൂണിക് തന്നെയാണ്. ആഴ്സണലിന്റെ ഇപ്പത്തെ സ്കോഡ് വെച്ചിട്ട് അവർക്ക് ലില്ലിനെയും നാപ്പോളിനെയും ബെറ്റിസിനെയും ഒക്കെ തോൽപ്പിക്കാൻ സാധിക്കും. പക്ഷെ ഇത്തിരി ടഫ് കൊടുക്കാൻ സാധ്യത റയൽ മാഡ്രിഡ്, ബയൺ മ്യൂണിക് ആൻഡ് ബൊറൂസിയ ഡോട്ട്മുണ്ട് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ലെറ്റ്സ് ഈ സീസൺ അവർക്ക് ഫൈനലിലേക്ക്, ഈ സീസണിൽ എന്തായിരിക്കും അവരുടെ ലക്ഷ്യം? ചാമ്പ്യൻസ് ലീഗ് ഫൈനല്, പ്രീമിയർ ലീഗ് ഓൾറെഡി എടുത്തു, ഇനി ചാമ്പ്യൻസ് ലീഗ് ഫൈനലായിരിക്കും അവരുടെ ലക്ഷ്യം. നമ്മുടെ നമ്മുടെ അടുത്തത് നമ്മള് അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് അവർക്ക് ഉള്ള ടീം നോക്കുമ്പോ ബയൺ മ്യൂണിക്, ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, PSV, ഫെഡർബാഷ്, സ്റ്റുട്ട്ഗാർട്ട്, ബാഹ് എന്ന ടീമുകളാണ്. അങ്ങനെ തന്നെ പ്രൊനൗൺസിയേഷൻ തോന്നുന്നു. അപ്പൊ അത് അത്ലറ്റിക്കോ മാഡ്രിഡ് സംബന്ധിച്ചോളം ഓൾറെഡി ഇപ്പൊ എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ മിക്ക ഫാൻസും അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഇത്തിരി ഹെയ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം അൽവാരസിന്റെ ആ കാര്യം അവിടെ വിടുന്നില്ല അത്ലറ്റിക്കോ മാഡ്രിഡ്. അപ്പൊ ലെറ്റ്സ് അത്ലറ്റിക്കോ മാഡ്രിഡ് എങ്ങനെ പോകും നോക്കാം. അത് അടുത്ത് നമ്മൾ നോക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അത് 2 വർഷത്തിന് ശേഷമാണ് യുണൈറ്റഡ് ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരികെ വരുന്നത്. അത് മൈക്കൽ കാരിക്കിന്റെ അണ്ടറിൽ ആണ് ആള് വരുന്നത്. അപ്പൊ ലെറ്റ്സ് ഇതെങ്ങനെയാണ് അവരുടെ ടീം നോക്കുമ്പോൾ അവർക്ക് ബയൺ മ്യൂണിക്, അത്ലറ്റിക്കോ മാഡ്രിഡ്, AS റോമ, സ്പോർട്ടിങ്, RB ലീപ്സിംഗ്, ബാഹ ആൻഡ് കോമോ എന്നീ ടീമുകളാണുള്ളത്. ഇതിൽ ടോപ്പ് 3 അവർക്ക് ടഫുള്ള ബയൺ മ്യൂണിക്, അത്ലറ്റിക്കോ മാഡ്രിഡ് ആൻഡ് AS റോമയാണ് ടഫുള്ള. ഓൺ പേപ്പർ ടഫ് ഈ 3 പിന്നെ അവർക്ക് ടഫ് കൊടുക്കാൻ പറ്റുന്ന ടീം RB ലീപ്സിംഗ് ഉണ്ട്, VRL ഉണ്ട്, പിന്നെ സ്പോർട്ടിംഗ് ഉണ്ട്. ഇതിപ്പോ എങ്ങനെ അവര് യുണൈറ്റഡ് ഇത് മാനേജ് ചെയ്യുന്നൊക്കെ കണ്ടറിയാം, മാനേജ് എന്നൊക്കെ നോക്കാം. അപ്പൊ അതുപോലെ നമ്മള് അടുത്തൊരു പ്രീമിയർ ലീഗ് ക്ലബായ നമുക്ക് ആസ്റ്റൺ വില്ലയിലേക്ക് പോകുമ്പോ അവരുടെ ടീം അവരുടെ ഉള്ളത് PSG, ബാർസ, ഡോട്ട്മുണ്ട്, ക്ലബ് ബ്രൂഗ്, ഫെഡർബാഷ്, ഗാലത്തസറായി, സ്ലാവിയ ബ്രാഹ എന്നീ ടീമുകളാണ് അവരെ സംബന്ധിച്ചോളം അവർക്കല്ലേ.
അപ്പൊ അവരുടെ മെയിൻ ഒരു ടഫ് ഓപ്പോണൻസ് പറഞ്ഞത് എന്തായാലും PSG, ബാഴ്സലോണ ആൻഡ് ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് തന്നെ ആയിരിക്കും. വില്യ സംബന്ധിച്ചോളം കുഴപ്പമില്ലാത്ത റണ്ണായിരുന്നു ഫസ്റ്റ് അവർക്ക് വില്യ നടത്തിയത്. സോ ലെറ്റ്സ് സീ ഞാൻ അവര് മുന്നോട്ട് പോവാന്ന്. അപ്പൊ ഇതാണ് ഇത്ര നമ്മൾ ടോപ്പ് ടീംസിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ ഒന്നുകൂടി വേണമെങ്കിൽ കുറെ വർഷത്തിന് ശേഷം വരുന്ന AS റോമ ഉണ്ട്. അവര് കുറെ വർഷത്തിന് ശേഷമാണ് ഗാസ്പ്രീനിന്റെ അണ്ടറിൽ വരുന്നത്. അവർക്ക് റയൽ മാഡ്രിഡ്, PSG, സ്പോർട്ടിങ്, യുണൈറ്റഡ്, ലില്ലി, ഫെഡർബാഷെ, സ്ലോവിൻസ്, പ്രാഹ ആൻഡ് AK ഐഡൻസ് ആണ് അവർക്ക് കിട്ടിയത്. ഒരു ടഫ് മാച്ചസ് തന്നെ അവർക്ക് സംബന്ധിച്ചോളം ഉള്ളത്. അപ്പൊ അവർക്ക് ഏതുവരെ പോകാൻ പറ്റും നോക്കണം. അതുപോലെ നമുക്ക് എടുത്തു പറയുന്നത് ഇപ്പോ ബൊറൂഷ്യ ഡോർട്ട്മുണ്ട് വെച്ചാൽ ഡോർട്ട്മുണ്ടിന് ആഴ്സണല്, ഇന്റർ, റയൽ ബെറ്റിസ്, ആസ്റ്റൺ വില്ല, വിയ്യാറയല്, ബോഡോ ഗ്ലിംറ്റ്, AK ഐഡൻസ് എന്നീ ടീമുകളാണ്. അപ്പൊ അത്യാവശ്യം ടഫ് മാച്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് മെയിൻ ടീംസിന്റെ മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ലെറ്റ്സ് സീ ഇതങ്ങനെ പോകുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കണ്ടിട്ട് മുൻകാണാം.